ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുനാഫൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സേമിയ പായസം ഉണ്ടാക്കുന്ന ആ ഒരു സേമിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പരീക്ഷണമാണ്. നമ്മുടെ വീട്ടിലുള്ള സേമിയം കൊണ്ട് നമുക്ക് കുനാഫ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും, എന്നാലും നമ്മുടെ കുനാഫൻ്റെ ആ ഒരു പെർഫെക്ഷനും ലുക്കൊന്നും ഇല്ല കേട്ടോ. കട്ട് ചെയ്യണ സമയത്ത് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നൈസായിട്ടുള്ള സേമിയ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ത്രില്ലുണ്ടാവും. ഇത് നല്ലോണം ഹാർഡായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സേമിയം ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഓവർ നേരം ചൂടാക്കിയിട്ട് കരിയിക്കാതെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ പാനിൽ ഇരുന്നിട്ട് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനുള്ള ക്രീമി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു കപ്പ് കോൺഫ്ലവറും ഒരു കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ അവസാനം നമുക്ക് ഒരു കപ്പ് പാലും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലും പിന്നെ നമ്മൾ കുറുക്കിയെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ അടിയിൽ പിടിക്കാതെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിൽ ക്രീമി ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മുടെ ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ സേമിയത്തിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചതും പിന്നെ നെയ്യാണെങ്കിലും ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മുടെ കുനാഫ ഏതിലാണോ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് ആ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു പാനിലോ അല്ലെങ്കിൽ സോസ് പാനിലോ എന്താണെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു കോൺഫ്ലവറിൻ്റെ ക്രീമും കൂടി നമുക്ക് അതിൽ മേലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി സേമിയ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ അര കപ്പ് പഞ്ചസാരയും പിന്നെ 1/4 ടീസ്പൂണ് നമ്മുടെ റോസ് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് ആണെങ്കിലും നമുക്കിതിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അവസാനം നമ്മുടെ ആ ഷുഗർ സിറപ്പും കൂടി ഇതിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് ഈ ഒരു സേമിയ എടുക്കാതെ നൈസായിട്ടുള്ള സേമിയം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുനാഫൻ്റെ സേമിയം തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ടോ കാണാം. താങ്ക്